കാണണം. എബി, നീ ഇതെവിടെയാന്ന് പറ. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം. നമ്മൾ മീറ്റ് ചെയ്യാറുള്ള വാക്കിംഗ് സ്ട്രീറ്റിലുണ്ട്. നീ വേഗം വാ. മഴയിൽ ഇതളായി പൊഴിയാനായി നിറയും നിലവേ, ഇളവേരിൽ നിഴലായി വിടരാനായി മറയും മലരുകളെ, ഒരു മഴയും വെയിലും കനവുകൾ തേടി പ്രണയം എഴുതുകയാ. ആ പ്രണയം എവിടോ തിരയുകയായി ഈ മഴയും വെയിലണിയാ. എവിടെയായിരുന്നു ഇത്ര നേരം? എടി, നിന്നോട് ചോദിച്ചു എവിടെയായിരുന്നു? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടടി നിന്റെ സ്പെഷ്യൽ ക്ലാസ്. അമ്മ തൊട്ട് പോരുന്നു നിന്റെ മോളെ. അമ്മ ഞാൻ കണ്ടതാമ്മ. ഇവളൊരു പയ്യന്റെ കൂടെ കറങ്ങി നടക്കുന്നത്. എടാ, നീ അകത്ത് പോ. അമ്മ, ഇവള് നിന്നോടാ പറഞ്ഞത് അകത്ത് പോകാൻ. മോളിരിക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇരിക്കും മോളെ, ഇരിക്കാൻ. മാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് നിന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. പക്ഷേ നീ ഇപ്പൊ ഒരു കള്ളം പറഞ്ഞു. നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നെന്ന്. ഒരിക്കലും ഒരു ചേച്ചിയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് അവൻ നിന്നെ ബീച്ചിൽ വെച്ച് കണ്ടത്. അതും ഒരു ചെറുപ്പക്കാരനോടൊപ്പം. സാധാരണ അമ്മമാരെ പോലെ നിന്നെ തല്ലാനും ഉപദേശിക്കാനൊന്നും ഞങ്ങൾ ആരും നിന്റെ അടുത്തേക്ക് വരുന്നില്ല. കാരണം നീ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. അതിനേക്കാളുപരി ലോകപരിചയവും വിദ്യാഭ്യാസവും നിനക്കുണ്ട്. നിനക്ക് തീരുമാനിക്കാം നിന്റെ ലൈഫ് എങ്ങനെ വേണമെന്ന്. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ നിന്റെ മുന്നിൽ വെക്കാൻ എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും അനിയനൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നിനക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനൊത്ത് നിനക്ക് ജീവിക്കാം. ഇതിലേതാ വേണ്ടെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചു. ഒന്നാമത്തെ തീരുമാനമാണെങ്കിൽ ഇതെല്ലാം നിർത്തി ഞങ്ങൾ കാണിച്ചു തരുന്ന ആളെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. ഇല്ല, നിന്റെ തീരുമാനമാണെങ്കിൽ നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്തോണ്ട് ഈ നിമിഷം ഇവിടെ നിറങ്ങണം. ഇത് ഞങ്ങളെടുത്ത തീരുമാനം. ഇനി ഞങ്ങളുടെ ചെലവിൽ ജീവിക്കാൻ പറ്റില്ല. മോളെ, അപ്പോ ഞങ്ങൾ പറഞ്ഞതുപോലെയല്ലേ? മോളിത് കുടിക്ക്.
ഞാൻ നിന്നെ തടയുന്നില്ല. ഇപ്പൊ നീ എടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് നിനക്ക് തോന്നിയാൽ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇന്ന് സൂര്യാസ്തമയം വരെ ആ ഗേറ്റ് ഈ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിടും. നീ വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ വരികയാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. നീ എന്ത് മണ്ടത്തരം കാണിച്ചാനി? അമ്മ ഇറങ്ങി പോരാൻ പറഞ്ഞു ഉടനെ ഇറങ്ങി പോരാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തു വേണം? നിന്നെ കിട്ടാൻ വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക്. നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ റെഡിയാണ്. അതൊക്കെ എനിക്ക് അറിയാം. നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് രണ്ടുപേർക്കും ഒരു ജോലി പോലും ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കാനാ? എബി, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഒരു പാർട്ട് ടൈം ജോബിന് പോയാൽ നമ്മുടെ പഠിത്തം നടക്കും. മതി. പക്ഷെ അതുവരെ നീ എന്ത് ചെയ്യും? 2-3 ദിവസം കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കും. അതിനുള്ളിൽ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പക്ഷേ എബി, ഇതിനെല്ലാം മുമ്പ് നീ എന്റെ കഴുത്തിലൊരു മിന്നു കെട്ടണം. നടക്കില്ല അനി, ഇത് നടക്കില്ല. ഇത് പ്രാക്ടിക്കൽ അല്ല. ഈ ചെറിയ പ്രായത്തിൽ ഒരു കല്യാണം, പോരാത്തതിന് നിനക്ക് എൻ്റെ പ്രോബ്ലംസ് ഒക്കെ അറിയാവുന്നതല്ലേ. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. എബി, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല അനി, എല്ലാം പഴയ പോലെ തന്നെ. നീ ഇപ്പൊ വീട്ടിലേക്ക് ഇല്ലേ? ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ല. എബി, എനിക്കിപ്പോ അറിയണം, നിനക്കെന്നെ കെട്ടാൻ പറ്റുമോ? എബി, ഞാൻ നിനക്ക് വേണ്ടി വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നത്. നിനക്കിപ്പോ എന്നെ കെട്ടാൻ പറ്റുമോ ഇല്ലയോ? ഓ, ഓ, ഹലോ, അമ്മ, കരയണ്ട. എബി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഗുഡ് ബൈ. ആ പ്രണയം എവിടോ തിരയുകയായി ഈ മഴയിൽ വെയിലണിയാ. എന്താന്നിട്ട് പ്ലാൻ? ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. മറ്റാമ്പിള്ളേരെ പോലൊന്നല്ല, അവനെ ഒഴിവാക്കാൻ ഇത്തിരി പാടുപെടും. എന്ത് പാട് മോളെ, എല്ലാ ആൺപിള്ളേർ ഒരേ കണക്കാം. പിന്നെ ചിലർ ഒതുക്കുന്നതിലൊരു ലെവലൊക്കെ ഉണ്ട്. നാളെ രാവിലെ ഔട്ടിങ്, പിന്നെ ക്ലൈമാക്സ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല നീ ഇവനും തേക്കുമെന്ന്. കാരണം നിങ്ങൾ ഫിസിക്കലൊക്കെ നീ സിൻസിയർ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എന്ത് സിൻസിയർ? ജീവിക്കണമെങ്കിൽ പണം വേണം. അവൻ്റെ ഉണ്ടായതും ഇപ്പൊ ഇല്ലാത്തതും പണം. നോ മണി നോ ഹണി. സോ യെസ്. എന്താണ് പെട്ടിയൊക്കെ ആയിട്ട് ഒളിച്ചോടി പോവാണോ? അമ്മ അത് സ്വപ്നത്തിൽ പോലും കാണണ്ട. ഇപ്പൊ വരാം ആന്റി.
നീ ഇത് എവിടെയാ? നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലുണ്ട്, നീ വേഗം വാ. മതി മതി നേരത്തെ തൊലിഞ്ഞ അഭിനയം, അവളൊക്കെ പോയി. എന്റെ പൊന്നളിയാ, ഇവളെയും കൂടെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയൊന്ന് പറഞ്ഞുതരും. എന്താടാ ഇത്രയും പെട്ടെന്ന് ഇവിടെ തുടങ്ങി? പിന്നെ അല്ലാണ്ട് വെറുപ്പിക്കലാടാ. ഫുൾ ടൈം അത് മേടിച്ച ഇത് മേടിച്ച, എനിക്ക് ഇതില്ല അതില്ല. ഇപ്പൊ ഞാനൊന്നും മേടിച്ചു കൊടുക്കാറില്ല. എന്തെങ്കിലും ചോദിച്ചോണ്ട് വന്നാൽ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കും. അപ്പോൾ ശരിക്കും ഇവിടെ തുടങ്ങിയില്ലേ? ഞാൻ ഫോണെന്നെടുത്ത് എന്താന്ന് ചോദിച്ചു നോക്ക്. ഹലോ, എന്താ നീ എന്ത് പറ്റി? എന്തൊക്കെയായാലും നീ അവൾക്ക് വേണ്ടി കുറെ ചെലവാക്കിയിട്ടുള്ളതാണ്. ചെലവ് ഇതിപ്പോ കാശ് ചെലവല്ലടാ. ഇതിപ്പോ ഫ്രഷ് കിട്ടിയില്ലേ, നീ വാ.